എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട്. ദീർഘകാലം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായി 1 കപ്പ് ചെറുപയർ പരിപ്പ് ഞാൻ നല്ലപോലെ കഴുകി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വെയിലിൽ ഉണക്കിയോ അല്ലെങ്കിൽ ഓവനിലൊന്ന് ചൂടാക്കിയോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കഴുകിയ ചെറുപയർ പരിപ്പ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ ആ വെള്ളം വലിയുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിലോട്ടൊരു 4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ആയിരിക്കും. ഈ ഒരു പരുവത്തിൽ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി ഡാർക്കാക്കി റോസ്റ്റ് ചെയ്യേണ്ട. നല്ല പോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ നമുക്കിത് റോസ്റ്റ് ചെയ്ത് വാങ്ങി മാറ്റി വെക്കാം. ചെറുതായി ഒന്ന് തണുക്കട്ടെ. ഇനി ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിന് 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇതാ ശർക്കരയെല്ലാം നല്ല പോലെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ശർക്കര അലിഞ്ഞു വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കര പാനി ഒരു നൂൽ പരുവൊന്നും ആകണ്ട. ഇതുപോലെ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ഒന്ന് വിട്ട് വീഴുന്ന ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അത്രയും മതി. ഇനി നമുക്ക് ചെറുതായി തണുത്ത ചെറുപയർ പരിപ്പും ആ ഏലക്കായും കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ചെറിയ തരിതരികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പൊടിച്ചെടുക്കാം. ഒത്തിരി തരികളോടുകൂടി പൊടിക്കണ്ട. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി വീണ്ടും നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പകുതി ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കി പകുതി കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇപ്പം ഞാൻ മുഴുവൻ ചെറുപയർ പരിപ്പിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ആയിരിക്കും. ആ ചെറുപയർ പരിപ്പിൻ്റെയും ആ നെയ്യുടെയും ഏലക്കയുടെയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും വരിക. ഇപ്പോൾ അതാ നല്ല പോലെ ആ നെയ്യും പൊടിയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മിക്സാക്കി എടുത്താൽ മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് തണുത്ത് പോകരുത്. നമ്മുടെ കൈക്ക് പാകമാകുന്ന ഒരു ചൂടോടുകൂടി തന്നെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. പെട്ടെന്നൊന്ന് തണുക്കാനായിട്ട് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതിൻ്റെ ചൂട് പാകമായോ എന്നൊന്ന് നോക്കണം. ഒത്തിരി തണുത്താൽ ഇത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം. ഇനി നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബോളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ കയ്യിൽ വെച്ച് നല്ല പോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ കണ്ടോ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് വെക്കാൻ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി 1 ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്. തണുത്ത് പോയാലോ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടോ തോന്നിയാൽ കുറച്ച് നെയ്യ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതിയാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ലഡുവാണിത്. കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്